കേരളത്തിലെ കോൺഗ്രസ് വർഗീയ പാർട്ടികളുടെ വർഗീയ മത രാഷ്ട്രവാദികളുടെ അടിമകളായി മാറിയെന്ന് ആവർത്തിച്ച് പറയുകയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. ഇത് വേദി തൃശ്ശൂരിലെ CPM ജില്ലാ സമ്മേളനമാണ്. കുന്നംകുളത്ത് ചേർന്ന CPM ജില്ലാ സമ്മേളന വേദിയിൽ പ്രസംഗിച്ച ഗോവിന്ദൻ മാസ്റ്ററാണ് ഇക്കാര്യം അടിവരയിട്ട് പറഞ്ഞത്. എങ്ങനെയാണ് കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിക്കും SDPIക്കും അടിയറ പറഞ്ഞത്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതലേ തുടങ്ങിയതാണ് ഈ ബന്ധം. അതിനു മുമ്പും പല ബന്ധമുണ്ടായിരുന്നു. അതിനു മുമ്പ് CPM-ഉമായും SDPIക്ക് അടുപ്പമുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ CPM ഉപേക്ഷിച്ചു. അത്തരം ബന്ധങ്ങളൊന്നും വേണ്ട എന്ന നിലപാട് CPM എടുത്തു. CPM SDPIയുമായുള്ള ബന്ധമൊക്കെ ഒഴിഞ്ഞു. അതിനുശേഷം നടന്നത് എന്താണ്? CPM അവരെയൊക്കെ തള്ളിപ്പറഞ്ഞ ശേഷം കോൺഗ്രസ് ആ പാളയത്തിൽ പോയി കുടുങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് SDPI ജമാഅത്തെ ഇസ്ലാമി പാളയത്തിൽ കുടുങ്ങി. അതുമാത്രമല്ല, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ ബന്ധം മറനീക്കി പുറത്തു വന്നു. കാരണം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു വന്നപ്പോൾ ആദ്യം ആഹ്ലാദ പ്രകടനം നടത്തിയത് SDPI ആണ്. അവരുടെ ബന്ധം കൊണ്ടാണ്, അവരുടെ വോട്ട് കൊണ്ടാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചതെന്ന് അവർ ഉറക്കെ മുദ്രാവാക്യം വിളിച്ചു. ഇതൊക്കെ അതിന് തെളിവാണ്. അതുപോലെ തന്നെ ലീഗ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പാർട്ടിയുടെ അധികാര പദവിയിൽ, പാർട്ടിയുടെ പ്രധാന പദവിയിൽ എത്തിയപ്പോൾ ചിന്നിച്ചിതറി നിന്ന SDPI ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ സംഘടനകളെ, മത തീവ്രവാദ സംഘടനകളെ, മതരാഷ്ട്രവാദ സംഘടനകളെ ഒരുമിച്ച് ചേർത്തു. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാദിഖ് അലി ശിഹാബ് തങ്ങളെ വെല്ലുവിളിച്ചത്, അല്ലെങ്കിൽ വിമർശിച്ച് പ്രസംഗിച്ചത്. ഇതൊക്കെ വാസ്തവമാണ്. കോൺഗ്രസ് എങ്ങോട്ടാണ് പോകുന്നത്? രാജ്യത്തെ ഏറ്റവും വലിയ മതനിരപേക്ഷ പാർട്ടി എന്ന് അഭിമാനിക്കുന്ന കോൺഗ്രസ് മതവർഗീയ ശക്തികൾക്ക് അടിയറ പറയുന്ന കാഴ്ച, മതവർഗീയ ശക്തികൾക്ക് അടിയറ പറയുകയാണ്. ഇത് രാജ്യത്തിൻ്റെ തന്നെ അധോഗതിക്ക് കാരണമാകും, തീവ്രവാദ ശക്തികൾക്ക് അടിയറ പറയുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ പരാജയം, കോൺഗ്രസ് എങ്ങനെ പരാജയപ്പെട്ടു? കോൺഗ്രസ് പരാജയപ്പെട്ടതിന് മറ്റ് പല കാരണങ്ങളും പറയുന്നുണ്ട്. സ്ഥാനാർത്ഥി തന്നെ പറയുന്നു അവിടെ പോയി മത്സരിച്ചത് തെറ്റായിപ്പോയെന്ന്. അതൊക്കെ നേരത്തെ വാർത്തകളിൽ വന്ന കാര്യങ്ങളാണ്. ഇത് അദ്ദേഹം തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തിൽ എടുത്തു പറയാൻ കാരണമുണ്ട്. തൃശ്ശൂരിൽ ഇത് പറയണം. കാരണം പൂരം കലങ്ങിയത് കൊണ്ടാണ് BJP ജയിച്ചത് എന്നൊരു വാദമുണ്ട്. പൂരം കലക്കിയത് BJP ആണ് എന്ന ഒരു വാദമുണ്ട്. അതിനെക്കുറിച്ചുള്ള ത്രിതല അന്വേഷണമൊക്കെ സർക്കാർ തലത്തിൽ പുരോഗമിക്കുന്നുണ്ട്. അത് എവിടെ എത്തിയെന്ന് സർക്കാരിനും അറിയില്ല, പോലീസിനും അറിയില്ല. അതൊരു വശത്ത് നടക്കുന്നുണ്ട്. BJP പറയുന്നത്, BJP അവിടെ ആംബുലൻസ് ദുരുപയോഗം ചെയ്തതിന് CPI കൊടുത്ത പരാതി ഒരു വശത്ത് നടക്കുന്നുണ്ട്. അത് എന്തായെന്ന് പോലീസിനും അറിയില്ല, CPIക്കും അറിയില്ല, ഇനി സുരേഷ് ഗോപിക്കും അറിയില്ല. അതൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. പക്ഷേ CPM പറയുകയാണ് 86,000 വോട്ട് ആണ് കോൺഗ്രസിന് കുറഞ്ഞത്, 76,000 വോട്ടാണ് സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം. അപ്പോൾ ഈ കുറഞ്ഞ വോട്ടുകൾ നേരെ കോൺഗ്രസിന് കുറഞ്ഞ വോട്ടുകളൊക്കെ BJPക്ക് ലഭിച്ചു. കോൺഗ്രസ് ആണ് താമര വിരിയിക്കാനുള്ള കാരണമായത് തൃശ്ശൂരിൽ. ഇതും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതാണ്. കോൺഗ്രസ് എല്ലായിടത്തും, എന്നിട്ട് അദ്ദേഹം വിരൽ ചൂണ്ടുന്ന ഡൽഹിയിലേക്കാണ്. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൽ BJP വിജയിക്കാൻ കാരണമായതും ഈ കോൺഗ്രസിൻ്റെ അനുകമ്പയാണ്. അനുഭാവപൂർവ്വം കോൺഗ്രസ് BJPയെ സഹായിക്കുകയാണ്. രാജ്യമെമ്പാടും കോൺഗ്രസ് ഭൂരിപക്ഷ വർഗീയതയെ സഹായിക്കുന്നു. അതുപോലെ കേരളത്തിലെ കോൺഗ്രസ് ആണെങ്കിൽ ഭൂരിപക്ഷ വർഗീയതയെ സഹായിക്കുന്നുണ്ട്. ഒപ്പം ന്യൂനപക്ഷ വർഗീയതയ്ക്ക് അടിയറ പറയുകയും ചെയ്യുകയാണ്. ഇത് അപകടത്തിലേക്ക് പോകുന്നതാണ്. എന്നിട്ട് ഇവർ മാറി നിന്ന് പറയുന്നത് എന്താണ്? CPM-ൽ ജനാധിപത്യമില്ല. അതിനും പറയാൻ കാരണമുണ്ട്. തൃശ്ശൂരിൽ DCC പ്രസിഡന്റായി ഇപ്പോൾ നിയമിച്ചല്ലോ, ജോസഫ് ടാജറ്റിനെ നിയമിച്ചല്ലോ. അത് ആരാണ് നിയമിച്ചത്? കേരളത്തിലെ ആരെങ്കിലുമാണോ? സംഘടന പുനഃസംഘടന എന്നൊക്കെ പറയുന്നല്ലോ. KPCC പുനഃസംഘടന നടത്തും, DCC പുനഃസംഘടന നടത്തും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എവിടെയെങ്കിലും പുനഃസംഘടന KPCC ഭാരവാഹികളോ അല്ലെങ്കിൽ ഇവർ ഒരുമിച്ച് ചർച്ച ചെയ്തോ അല്ലെ എടുത്തോ? ഇവരെ ചർച്ച ചെയ്യാൻ അനുവദിച്ചോ ആരെങ്കിലും? ഇല്ല, ഒരിടത്തും അങ്ങനെ ചർച്ച ഒന്നും നടന്നില്ല. ഇപ്പോൾ ജോസഫ് ടാജറ്റിനെ നിയമിച്ചതാരാ? KC വേണുഗോപാലിന്റെ സിൽബന്ദിയാണ് ജോസഫ് ടാജറ്റ്. ഈ ജോസഫ് ടാജറ്റിനെ DCC പ്രസിഡന്റ് ആക്കാൻ വേണ്ടി VD സതീശൻ ഉൾപ്പെടെയുള്ള A ഗ്രൂപ്പ് നേതാക്കളോ അല്ലെ KC വേണുഗോപാലിൻ്റെ പെട്ടി താങ്ങി നടക്കുന്ന ആളുകളോ എന്തൊക്കെ നാണം കെട്ട കളികളാണ് കളിച്ചത്. അനിലക്കരയോ ആക്കാതിരിക്കാൻ, അതുപോലെ തന്നെ ജോസ് വെള്ളൂരിനെ, K സുധാകരൻ്റെ പക്ഷക്കാരനായ ജോസ് വെള്ളൂരിനെ DCC പ്രസിഡന്റ് വീണ്ടും ആക്കാതിരിക്കാൻ, TN പ്രതാപൻ്റെ സിൽബന്ദിയായ അനിലക്കരയെ DCC പ്രസിഡന്റ് ആക്കാതിരിക്കാൻ എന്തൊക്കെ നാണം കെട്ട പ്രവർത്തികളാണ് ഇവർ ചെയ്തത്. എന്നിട്ട് AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ പ്രഖ്യാപിച്ചു ജോസഫ് ടാജറ്റാണ് DCC പ്രസിഡന്റ്. ഇനി TV ചന്ദ്രമോഹൻ ഇനി UDFിൻ്റെ ചെയർമാനാകും, ജില്ലാ ചെയർമാനായി വരികയും ചെയ്യും. ഇതെല്ലാം ഹൈക്കമാൻഡാണ് നിശ്ചയിക്കുന്നത്.
ഇവിടെ എന്ത് ജനാധിപത്യമാണ് കോൺഗ്രസിനുള്ളത്? എന്നിട്ട് കോൺഗ്രസ്സുകാർ പറയുന്നു CPM-ന് ജനാധിപത്യ ബോധമില്ലെന്ന്. ഇത് എവിടത്തെ ന്യായമാണെന്ന് തൃശ്ശൂർ സമ്മേളനത്തിൽ MV ഗോവിന്ദൻ മാസ്റ്റർ ചോദിക്കുകയാണ്. തൃശ്ശൂരിൽ പോയി നിന്ന് തന്നെയാണ് ചോദിക്കുന്നത്. തൃശ്ശൂരിൽ ഇതാണ് കോൺഗ്രസ് പാർട്ടിയിൽ നടക്കുന്നത്. എന്നിട്ട് CPM-ന് വിരൽ ചൂണ്ടി കോൺഗ്രസ് ചോദിക്കുന്നു CPM-ൽ ജനാധിപത്യമില്ലെന്ന്. അവിടെ തമ്മിലടിയാണെന്ന് കോൺഗ്രസ്സുകാർ പറയുന്നു. ഇവിടെ എന്താണ് തമ്മിലടി? ഇവിടെ 3 വർഷം കൂടുമ്പോൾ സമ്മേളനം നടക്കുന്നു. സംഘടനാ സമ്മേളനം നടത്തി അവിടെ കൃത്യമായ ചർച്ചകൾ നടത്തി നേതൃത്വത്തിനെതിരെ അണികൾക്കുള്ള വിമർശനം, എന്താണ് അവിടെ സമ്മേളന പ്രതിനിധികൾക്കുള്ള വിമർശനം, ഇതെല്ലാം കേട്ട് തെറ്റുകൾ തിരുത്തി സംഘടന പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്നു. കൃത്യമായ ജനാധിപത്യ അടിസ്ഥാനത്തിലാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസ് എന്തടിസ്ഥാനത്തിലാണ് CPM-നെ വിമർശിക്കുന്നതെന്നും MV ഗോവിന്ദൻ ചോദിക്കുകയാണ്. MV ഗോവിന്ദൻ ചോദിക്കുമ്പോൾ അതിന് അടിസ്ഥാനമുണ്ടെന്ന് പ്രേക്ഷകരും മനസ്സിലാക്കി കാണും. എന്നിട്ട് കോൺഗ്രസ് ഈ വർഗീയ ശക്തികൾക്ക് അടിയറ പറയുമ്പോൾ മതനിരപേക്ഷ പാർട്ടി എന്ന ഈ ബോധം കോൺഗ്രസിന് നഷ്ടമാകുന്നു. അവർ 4 വോട്ടിന് വേണ്ടി ഇങ്ങനെ വിടുവേല ചെയ്യാൻ പോകുന്നത് അപകടത്തിലേക്കാണ്. രാജ്യത്തെ തന്നെ ഒറ്റുകൊടുക്കുന്ന തരത്തിലേക്കാണ് കോൺഗ്രസ് അധപ്പതിച്ചു പോകുന്നതെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാണിക്കുന്നു.